രാജ്ഭവൻ സുരക്ഷാ ചുമതലയിൽ നിന്നും സംസ്ഥാന പോലീസിനെ ഒഴിവാക്കുന്നുവെന്ന വാർത്ത തള്ളി രാജ്ഭവൻ. ഒരു വിഭാഗം മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത അടിസ്ഥാനരഹിതമെന്ന് രാജ്ഭവൻ പറഞ്ഞു. ഗവർണർക്ക് സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെ വിന്യസിക്കാൻ നീക്കം നടത്തുന്നുവെന്നത് തെറ്റായ വാർത്തയെന്നും രാജ്ഭവൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ചില മാധ്യമങ്ങൾ നൽകിയ വാർത്തയാണ്, പക്ഷേ രാജ്ഭവൻ അത് തള്ളുന്നു. മറ്റു വിവരങ്ങൾ? ഈ കഴിഞ്ഞ ദിവസം SFIയുടെ വാർത്ത അത് പോലീസ് ബാരിക്കേഡിൽ മറികടന്ന് അത് രാജ്ഭവന്റെ തൊട്ടടുത്ത് വരെയൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ അതിന്റെ ചുവട് പിടിച്ചു കൂടിയാണ് ഇത്തരത്തിലൊരു വാർത്ത ചില മാധ്യമങ്ങളെങ്കിലും നൽകുന്നത്. അതായത് ഗവർണറുടെ സുരക്ഷയ്ക്കും രാജ്ഭവന്റെ സുരക്ഷയ്ക്കും കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നുള്ള ആവശ്യം അത് മുന്നോട്ട് വയ്ക്കാൻ രാജ്ഭവൻ ഒരുങ്ങുന്നു എന്ന വിധത്തിലായിരുന്നു ഈ വാർത്തകൾ. കേരള പോലീസിനെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നതായിട്ടും ഇത്തരം ചില മാധ്യമങ്ങളൊക്കെ വാർത്ത നൽകുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ രാജ്ഭവൻ പൂർണ്ണമായും ഈ വാർത്തയെ തള്ളുകയാണ്. ഇത് ചില മാധ്യമങ്ങളുടെ അത് ചിന്താഗതികൾ മാത്രമാണെന്നോ അല്ലെങ്കിൽ അവരുടെ ഭാവന മാത്രമാണോ എന്ന രീതിയിലാണ് ഇപ്പോൾ രാജ്ഭവൻ ഇപ്പോൾ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കി പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ അത്തരത്തിൽ കേന്ദ്രസേനയെ രാജ്ഭവന്റെ സുരക്ഷയ്ക്കോ ഗവർണറുടെ സുരക്ഷയ്ക്കോ വിന്യസിക്കാനുള്ള ഒരു നീക്കവും ഇല്ല എന്നുള്ളതാണ്. പുതിയതായി എന്തെങ്കിലും തരത്തിലുള്ള ഈ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒരു മാറ്റമില്ല എന്നുള്ളതാണ് രാജ്ഭവൻ പറയുന്നത്. ഒപ്പം കേരള പോലീസ് നിലവിൽ സുരക്ഷ നിർവഹിക്കുന്നത് അത് വളരെ പ്രശംസനീയമാണ് എന്നുള്ളതും ഗവർണർ അവരുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തിയുണ്ട് എന്നുള്ളതുമാണ് ഇപ്പോൾ രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. അതിനെ പോലീസിനെ കൃത്യമായി രാജ്ഭവന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അവരുടെ ഡ്യൂട്ടി വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗവർണർക്ക് കേരള പോലീസിന്റെ കമ്മിറ്റ്മെന്റിനോടും അവരുടെ പ്രവർത്തനക്ഷമതയോടും വലിയ മതിപ്പുണ്ട് എന്നുള്ളതുമാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. മാധ്യമങ്ങൾ ഇത്തരത്തിൽ പൊടുപ്പും തകലുകളും വെച്ച വാർത്തകൾ ചവച്ചു വിടരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി രാജ്ഭവൻ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളെങ്കിലും ചില മാധ്യമങ്ങളെങ്കിലും ചർച്ചയാക്കിയതാണ്. അതിൽ ഒരു വലിയ രാഷ്ട്രീയ വിഷയം കൂടി അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. കാരണം കേരള പോലീസിനെ രാജ്ഭവന്റെ സുരക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ ഗവർണറുടെ സുരക്ഷയിൽ നിന്നൊക്കെ പൂർണ്ണമായി ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണമായും കേന്ദ്ര സംവിധാനത്തിലേക്ക് രാജ്ഭവൻ മാറുന്നു. അതിന് സംസ്ഥാന പോലീസുമായിട്ട് സർക്കാരുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് വരുത്തി തീർക്കാൻ കൂടിയാണ് ഈ വാർത്തകളോട് ശ്രമിച്ചതെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതിനെയാണ് രാജ്ഭവൻ വളരെ കൃത്യമായി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി ഇപ്പോൾ പ്രതിരോധിച്ചിരിക്കുന്നതും പൊളിച്ചിരിക്കുന്നതും. രാജ്ഭവൻ സുരക്ഷാ ചുമതലയിൽ നിന്നും സംസ്ഥാന പോലീസിനെ മാറ്റുന്നുവെന്ന ഒരു വിഭാഗം മാധ്യമങ്ങളുടെ വാർത്ത രാജ്ഭവൻ തള്ളുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ.